2006 പുറത്തിറങ്ങിയ ഒരു തകർപ്പൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ദ ഡിപ്പാർട്ടഡ്. അമേരിക്കയിലെ ബോസ്റ്റണിലെ ഏറ്റവും ശക്തനായ മാഫിയ തലവനെ വീഴ്ത്താൻ അവരോടൊപ്പം കൂടിക്കയറുന്ന ഒരു യുവ പോലീസ് ഉദ്യോഗസ്ഥൻ. അതേസമയം പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ മാഫിയയുടെ ചാരനായി പ്രവർത്തിക്കുന്ന മറ്റൊരാൾ. ആരാണ് ആദ്യം മറ്റേയാളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്നതെന്ന് അറിയാനുള്ള ഒരു അടിപൊളി മൈൻഡ് ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. അധികം സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. I don't want to be a product of my environment. I want my environment to be a product of me. 1980-കളിലെ അമേരിക്കയിലെ സൗത്ത് ബോസ്റ്റൺ. കുപ്രസിദ്ധ ഐറിഷ് ഗാങ്സ്റ്ററായ ഫ്രാങ്ക് കോസ്റ്റലോയുടെ വോയിസ് ഓവറോടെയാണ് സിനിമ തുടങ്ങുന്നത്. ജീവിതത്തിൽ മറ്റുള്ളവർ തീരുമാനിക്കുന്ന വഴിയിലൂടെ പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് കോസ്റ്റലോ പറയുന്നത്. തന്റെ ചുറ്റുപാട് തന്നെ നിയന്ത്രിക്കുന്നതിന് പകരം സ്വന്തം ചുറ്റുപാടിനെ നിയന്ത്രിക്കുന്ന ആളാകാനാണ് അയാൾ എപ്പോഴും ആഗ്രഹിച്ചത്. ശേഷം കോസ്റ്റലോ ഒരു ചെറിയ കടയിലേക്ക് കയറി ചെല്ലുന്നു. ഗുണ്ടാപ്പിരിവ് കൊടുക്കാൻ വൈകിയ കടയുടമയെ ഭീഷണിപ്പെടുത്തിയ ശേഷം അയാളുടെ മകളെ വിളിച്ചു വരുത്തി മോശമായ ഒരു പരാമർശവും നടത്തുന്നു. ഇതെല്ലാം കണ്ടിട്ടും കടയുടമയ്ക്ക് പ്രതികരിക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ ഇരുന്നിരുന്ന ഒരു ചെറിയ കുട്ടിയെ കോസ്റ്റലോ ശ്രദ്ധിക്കുന്നത്. അവന്റെ കുടുംബത്തെ അയാൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പഠനത്തിൽ മിടുക്കനാണോ എന്ന് ചോദിച്ച ശേഷം ബാഗ് നിറയെ ഭക്ഷണ സാധനങ്ങളും കുറച്ച് പണവും അവന് നൽകുന്നു. എപ്പോഴെങ്കിലും പണം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൽ സ്ട്രീറ്റിലെ തന്റെ താവളത്തിൽ വന്ന് കണ്ടാൽ മതിയെന്നും കോസ്റ്റലോ അവനോട് പറയുന്നു. പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിലെ 2 സൈഡുകളാണ് കാണിക്കുന്നത്. ഒരു വശത്ത് പള്ളിയിലെ അൾത്താരപാലകനായി അവൻ സേവനം ചെയ്യുന്നു. മറുവശത്ത് പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കോസ്റ്റലോയുടെ സ്വാധീനത്തിലും വളരുന്നു. ഈ സമയത്ത് കോസ്റ്റലോ അവന് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കരുത്, പ്രത്യേകിച്ച് അവന്റെ പള്ളിയിലുള്ളവർ. ജീവിതത്തിൽ സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പഠിക്കണം. ഇതിന്റെ കൂടെ നമ്മൾ കോസ്റ്റലോയുടെ മറ്റൊരു മുഖവും കാണുന്നുണ്ട്. തന്റെ ബിസിനസിനെ വെല്ലുവിളിച്ച ഒരു ഇറ്റാലിയൻ മാഫിയാക്കാരനെയും അവന്റെ കാമുകയെയും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ വെടിവെച്ച് ഇല്ലാതാക്കുന്നു. പിന്നാലെ കോസ്റ്റലോ ആ കുട്ടിയോട് ഒരു കാര്യം കൂടി പറയുന്നു. പോലീസ് ആയാലും ക്രിമിനൽ ആയാലും മുഖത്തേക്ക് ഒരു തോക്ക് ചൂണ്ടുമ്പോൾ രണ്ടിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന്. കഥ ഇപ്പോൾ കുറച്ചു വർഷം മുമ്പോട്ട് പോവുകയാണ്. ആ ചെറിയ കുട്ടി വളർന്ന് ഒരു പോലീസ് ആകാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്നു. അവന്റെ പേര് കോളിൻ സള്ളിവൻ. കോസ്റ്റലോയുടെ എല്ലാ ഉപദേശങ്ങളും വെറുതെ ആയതുപോലെ തോന്നും. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ബില്ലി കോസ്റ്റിഗനെയാണ്. അവനും പോലീസ് ആകാൻ ട്രെയിൻ ചെയ്യുന്നു. അധികം വൈകാതെ ഇരുവരും അക്കാഡമിയിൽ നിന്ന് പാസ്സാകുന്നു. ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കോളിനെ കാണാൻ കോസ്റ്റലോ നേരിട്ടെത്തിയിരുന്നു. കാറിൽ കയറിയ കോളിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സമ്മാനവും നൽകുന്നു. അപ്പോഴാണ് കോളിനും കോസ്റ്റലോയ്ക്കും ഇടയിലെ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് വ്യക്തമാവുന്നത്. പഠനത്തിൽ മിടുക്കനായിരുന്ന അവനെ സ്വന്തം ആവശ്യങ്ങൾക്കായി പോലീസാകാൻ കോസ്റ്റലോ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ശേഷം കോളിൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൽ ജോലിക്കായി എത്തുന്നു. അണ്ടർ കവർ അഥവാ രഹസ്യ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് ക്യാപ്റ്റൻ ക്യൂനനെയും സർജൻ ഡിഗ്നത്തെയും നമ്മൾ പരിചയപ്പെടുന്നത്. ക്യൂനൻ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡിഗ്നൻ നേരെ മറിച്ചാണ്. വായിൽ തോന്നുന്നതെന്തും യാതൊരു മടിയും കൂടാതെ പറയുന്ന പരുക്കൻ സ്വഭാവക്കാരൻ. അവൻ പുറത്തേക്കിറങ്ങിയ ഉടനെ ബില്ലിയും അതേ ഓഫീസിലേക്ക് കയറി. അവിടെ നടന്ന സംഭാഷണത്തിലൂടെയാണ് ബില്ലിയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അവന്റെ അങ്കിളായ ജാക്കി കോസ്റ്റിഗൻ ഒരു കാലത്ത് വലിയ ഗാങ്സ്റ്റർ ആയിരുന്നു. ഒടുവിൽ ഒരു മാഫിയ ഏറ്റുമുട്ടലിൽ അയാൾ കൊല്ലപ്പെട്ടു. മറ്റൊരു അങ്കിള് ആയുധക്കടത്ത കേസിൽ ജയിലിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഗ്നൻ തുടക്കം മുതലേ ബില്ലിയെ സംശയത്തോടെയാണ് കാണുന്നത്. അതോടൊപ്പം അവനെ പ്രകോപിപ്പിക്കാൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ മുമ്പിൽ നിർത്തുന്നുമുണ്ട്. ഒടുവിൽ ബില്ലി ശരിക്കും ഒരു നല്ല പോലീസുകാരനാവാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായതോടെ ക്യൂനനും ഡിഗ്നവും അവരുടെ യഥാർത്ഥ ലക്ഷ്യം ബില്ലിയെ അറിയിക്കുന്നു. സാധാരണ ഒരു സ്റ്റേറ്റ് പോലീസ് ആകാതെ ഒരു അണ്ടർ കവർ പോലീസ് ആകാൻ അവർ നിർദ്ദേശിച്ചു. കുടുംബ പശ്ചാത്തലം കാരണം ബില്ലിക്ക് കുറ്റലോകത്തിലേക്ക് എളുപ്പത്തിൽ ലയിക്കാൻ കഴിയും. അവരുടെ പ്രധാന ലക്ഷ്യം കോസ്റ്റലോയെ പിടികൂടുകയാണ്. പക്ഷെ പുറത്തുനിന്ന് അത് എളുപ്പമല്ല. അതുകൊണ്ട് അയാളുടെ സംഘത്തിനുള്ളിലേക്ക് ഒരാളെ രഹസ്യമായി കയറ്റുകയാണ് പോലീസിന്റെ പദ്ധതി. ആ ദൗത്യത്തിനായി അവർ തിരഞ്ഞെടുത്തത് ബില്ലിയെയാണ്. പക്ഷെ അതിനൊരു വലിയ പ്രശ്നമുണ്ട്. അവൻ പോലീസ് അക്കാഡമിയിൽ പഠിച്ച കാര്യം മറച്ചുവെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവന് പോലീസുമായി ബന്ധമില്ലെന്നും ഒരു യഥാർത്ഥ കുറ്റവാളിയാണെന്നും എല്ലാവരെയും കാണിക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം ഒരു അടിക്കേസിൽ ബില്ലിയെ ശിക്ഷിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകാലം ജയിലിൽ കഴിയണം. പിന്നീട് പുറത്തിറങ്ങിയ ശേഷവും ഒരു സാധാരണ കുറ്റവാളിയെ പോലെ ജീവിക്കണം. ഔദ്യോഗിക രേഖകളിൽ പോലും അവനൊരു പോലീസ് ഓഫീസർ ആയിരിക്കില്ല. ക്യൂനനും ഡിഗ്നുവും ഒഴികെ മറ്റാരും അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയില്ല. എന്തെങ്കിലും പിഴച്ചാൽ ചിലപ്പോൾ സഹായിക്കാൻ പോലും പോലീസിന് കഴിയില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും തന്റെ ജീവിതകാലം മുഴുവൻ കേട്ടിരുന്ന അവന്റെ കുടുംബത്തിന്റെ ചീത്തപ്പേര് മാറ്റാനുള്ള ഒരു അവസരമെന്ന് കരുതിയിട്ടാവണം ബില്ലി ആ ദൗത്യം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. ഇനി ഇവിടുന്ന് ഈ ഫിലിമിന്റെ ക്ലൈമാക്സ് വരെ ബില്ലിയുടെയും കോളിന്റെയും ജീവിതം പാരലലായിട്ടാണ് സിനിമ കാണിക്കുന്നത്. രണ്ടുപേരും ചാരന്മാരാണെങ്കിലും രണ്ടുപേരും നയിക്കുന്ന ജീവിതം തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അത് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഒരു സീനിൽ ബില്ലി എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോൾ അടുത്ത സീനിൽ ആ സമയം കോളിൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സീൻ ചാടുവാന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും ഈ സിനിമയിലും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. ഇതിനിടെ കോളിൻ സംഘടിത കുറ്റകൃത്യങ്ങളെ നേരിടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമാവുന്നു.
അവിടെ ക്യാപ്റ്റൻ എലർബി നഗരത്തിലെ പ്രധാന കുറ്റവാളികളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ്. ഒടുവിൽ ഫ്രാങ്ക് കോസ്റ്റലോയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അയാളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കോളിൻ ഡിപ്പാർട്ട്മെന്റിൽ വേഗത്തിൽ എല്ലാവരുടെയും വിശ്വാസം നേടുമ്പോൾ മറുവശത്ത് ബില്ലി തന്റെ അണ്ടർ കവർ ജീവിതത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. പ്ലാൻ ചെയ്തതുപോലെ ഒരു അടിപിടി കേസിൽ ജയിലിൽ പോവുകയും കുറച്ചുനാൾ അവിടെ കഴിയുകയും ചെയ്തു. ആ സമയം കോളിൻ കോസ്റ്റലോയുടെ സഹായത്തോടെ ഒരാഡംബര വീട്ടിലേക്കും മാറി. ഒരാൾ നിയമത്തിനായി സ്വന്തം ജീവിതം ഉപേക്ഷിക്കുമ്പോൾ മറ്റേയാൾ നിയമത്തിനുള്ളിൽ കയറി കുറ്റവാളികൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ബില്ലി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അധികം വൈകാതെ തന്നെ തന്റെ കസിൻ ഷോണിനൊപ്പം ചെറിയ തോതിൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്താനും തുടങ്ങി. ഒരു ദിവസം ഷോണിനൊപ്പം ബില്ലി ഒരു ബാറിലെത്തുന്നു. കോസ്റ്റലോയുടെ വലങ്കൈയായ മിസ്റ്റർ ഫ്രഞ്ചിനെ പരിചയപ്പെടുത്തുകയായിരുന്നു ഷോണിന്റെ ഉദ്ദേശം. ബില്ലിയുടെ പേര് കേട്ടതും ഫ്രഞ്ചിന് ജാക്കി കോസ്റ്റയെ ഓർമ്മ വന്നു. അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു മരിച്ചുപോയ ബില്ലിയുടെ അങ്കിൾ. അതിനിടെ ബില്ലി ഒരു ക്രാൻബെറി ജ്യൂസ് ഓർഡർ ചെയ്യുന്നത് കണ്ട് അടുത്തിരുന്ന ഒരാൾ കളിയാക്കാൻ തുടങ്ങുന്നു. വീണ്ടും ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് ഫ്രഞ്ച് ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിച്ചു. ശേഷം ഫ്രഞ്ച് ബില്ലിയോട് ഒരു കാര്യം വ്യക്തമാക്കി: ഈ നാട്ടിൽ എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ചിലരെ തല്ലാം, ചിലരെ തൊടാൻ പോലും പാടില്ല. ഇപ്പോൾ അവൻ അടിക്കാൻ ശ്രമിച്ചയാൾ അത്ര വലിയവനൊന്നുമല്ല, പക്ഷെ എന്തായാലും ഇനി അവനെ തൊടാൻ പാടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം വളരെ കെയർലെസ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന ഷോണിനൊപ്പം ഇനിയൊരു ഇടപാടും പാടില്ലെന്നും ഫ്രഞ്ച് മുന്നറിയിപ്പ് നൽകി. Cranberry juice. What is it, your period? It's Jackie's nephew. Oh, what? അതേസമയം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രധാന മീറ്റിംഗ് നടക്കുകയാണ്. കോസ്റ്റലോയുടെ സംഘം മൈക്രോ പ്രോസസർ ചിപ്പുകൾ കൈക്കലാക്കിയിട്ടുണ്ടെന്നും അവ ചൈനീസിന് വിൽക്കാനുള്ള വലിയൊരു ഇടപാട് നടക്കാനിരിക്കുകയാണെന്നും ക്യാപ്റ്റൻ എലർബി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ഇടപാട് നടക്കുമ്പോൾ തന്നെ കോസ്റ്റലോയെ കൈയോടെ പിടികൂടാനാണ് പോലീസിന്റെ പദ്ധതി. അതിനായി FBI-യും ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് കോളിൻ കോസ്റ്റലോയ്ക്ക് വേണ്ടി ആ ചിപ്പുകൾ മോഷണം നടത്തിയ ആളുടെ വീട്ടിൽ അന്വേഷിക്കാനെത്തുന്നു. ആ മോഷണം നടത്തിയവനെ കോസ്റ്റലോ കൊന്നിരുന്നു. എങ്കിലും അവിടെയുള്ള കുടുംബാംഗം പോലീസിനോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അപ്പോൾ തന്നെ മനസ്സിലായി, കോസ്റ്റലോ ആ വീടിന് മുന്നിലൂടെ കാർ ഓടിച്ച് കടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് കോളിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കോസ്റ്റലോയുടെ കാറിനെ 2 വാഹനങ്ങൾ രഹസ്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയ ശേഷം കോളിൻ ആ വിവരങ്ങൾ കോസ്റ്റലോയ്ക്ക് കൈമാറി. അതിന്റെ സഹായത്തോടെ അയാൾ അവരെ വെട്ടിച്ച് രക്ഷപ്പെടുന്നു. ഇതിനിടെ കോളിന്റെ സ്വകാര്യ ജീവിതത്തിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. സ്റ്റേഷനിലെ ലിഫ്റ്റിൽ വെച്ചാണ് അവൻ മാഡലിനെ ആദ്യമായി കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ് അവൾ. ചെറിയൊരു സംഭാഷണത്തിനൊടുവിൽ കോളിൻ അവളെ ഡിന്നറിന് ക്ഷണിക്കുന്നു. ഒരു ദിവസം ബില്ലി ഒരു കടയിൽ നിൽക്കുമ്പോൾ 2 ഇറ്റാലിയൻ ഗുണ്ടകൾ കടയുടമയെ ഭീഷണിപ്പെടുത്തുന്നത് കാണുന്നു. കോസ്റ്റലോ ഗാങ്ങിന്റെ ബദ്ധശത്രുക്കളാണ് ഈ ഇറ്റാലിയൻ ഗാങ്. അതുകൊണ്ട് തന്നെ ബില്ലി ഈ അവസരം മുതലെടുത്ത് അവൻ നേരെ ചെന്ന് ഇരുവരെയും ആക്രമിച്ചു. പിന്നീട് ബില്ലിയെ നമ്മൾ കാണുന്നത് ഒരു ബാറിലാണ്. കഴിഞ്ഞ ദിവസത്തെ അടിപിടിയുടെ പരിക്ക് കാരണം കയ്യിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റർ ഉണ്ട്. അപ്പോഴാണ് കോസ്റ്റലോ അകത്തേക്ക് കയറി നേരെ ബില്ലിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാത്തതുപോലെയാണ് ബില്ലി പെരുമാറിയത്. അയാൾ നേരെ വിഷയത്തിലേക്ക് കടന്നു. തന്റെ പ്രദേശത്ത് വീണ്ടും വീണ്ടും കൈവെക്കുന്ന ഇറ്റാലിയൻ മാഫിയക്കാരെ കൈകാര്യം ചെയ്ത് താൻ മടുത്തുവെന്നും അതുപോലെ ബില്ലി തല്ലിയ 2 പേരും ആ ഇറ്റാലിയൻ മാഫിയയിൽ ഉള്ളവരാണെന്നും അവർ ഉടൻ തന്നെ പ്രതികാരം ചെയ്യാൻ വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അവരെ തടയാൻ കഴിയുന്ന ഒരേ ഒരാൾ താനാണെന്നും തന്റെ സഹായം വേണോ എന്ന് കോസ്റ്റലോ ബില്ലിയോട് ചോദിച്ചു. അത് കേട്ട് ബില്ലി തനിക്കത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അടുത്തതായി ഫ്രഞ്ച് ബില്ലിയുടെ ശരീരമാകെ പരിശോധിക്കാൻ തുടങ്ങി. അതിനിടെയാണ് കോസ്റ്റലോ ബില്ലിയുടെ അച്ഛനെക്കുറിച്ച് സംസാരിച്ചത്. നല്ല കഴിവുള്ള മനുഷ്യനായിരുന്നെങ്കിലും സത്യസന്ധമായ ജീവിതം മാത്രം നടത്തിക്കൊണ്ട് വലിയ ആളാകാതെ പോയതെന്ന് കോസ്റ്റലോ പറഞ്ഞു. ഈ സംസാരത്തിനിടയിൽ പെട്ടെന്ന് അവർ ബില്ലിയുടെ കയ്യിലെ പ്ലാസ്റ്റർ തല്ലിപ്പൊടിച്ചു. അവൻ പോലീസിനായി എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന സംശയമായിരുന്നു. അടുത്ത നിമിഷം ബില്ലിയുടെ സ്വന്തം ഷൂ തന്നെ ഉപയോഗിച്ച് പരിക്കേറ്റ കൈയിൽ വീണ്ടും വീണ്ടും അടിക്കാൻ തുടങ്ങി. ഓരോ അടിക്കുമിടയിൽ ഇപ്പോഴും പോലീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. കടുത്ത വേദനയിലും ബില്ലി എല്ലാം നിഷേധിച്ചു. ഒടുവിൽ കോസ്റ്റലോയ്ക്ക് വിശ്വാസമായപ്പോൾ കുറച്ച് പണം എറിഞ്ഞു കൊടുത്തിട്ട് ആ കൈ കൊണ്ടുപോയി ചികിത്സിക്കാനാണ് പറഞ്ഞത്. ശേഷം കോസ്റ്റലോയും ഫ്രഞ്ചും ബില്ലിയെക്കുറിച്ച് സംസാരിക്കുന്നു. അവനെ സംഘത്തിനുള്ളിലേക്ക് കൊണ്ടുവരാനാകുമോ എന്ന കാര്യത്തിൽ കോസ്റ്റലോയ്ക്ക് ഇപ്പോഴും ഉറപ്പില്ല. നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ആളുകളെ വിശ്വസിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണെന്നാണ് അയാളുടെ അഭിപ്രായം. അതുകൊണ്ട് ബില്ലിയെ കുറച്ചുകൂടി നിരീക്ഷിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇതിനിടെ കോളിന് മറ്റൊരു കൊലപാതക കേസ് കിട്ടുന്നു. കൊല്ലപ്പെട്ടത് 2 ഇറ്റാലിയൻ മാഫിയ അംഗങ്ങളായിരുന്നു. ബില്ലിയുമായി നേരത്തെ പ്രശ്നമുണ്ടാക്കിയ അതേ 2 ഇറ്റാലിയൻസ്. ദിവസങ്ങൾ കഴിയുന്തോറും ബില്ലി പതിയെ കോസ്റ്റലോയുടെ വിശ്വസ്തരുടെ കൂട്ടത്തിലേക്ക് കയറിപ്പെടാൻ തുടങ്ങി. അവനെ വിളിച്ചു വരുത്തി ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു കോസ്റ്റലോ. എന്നാൽ സംസാരത്തിനിടയിൽ വെട്ടിമാറ്റിയ ഒരാളുടെ കയ്യിൽ നിന്ന് മോതിരം ഊരിയെടുക്കുന്നതും ബില്ലി കാണുന്നു.
അത് എത്രത്തോളം കാഷ്വലായിട്ടാണ് കോസ്റ്റലോ ചെയ്യുന്നതെന്ന് കണ്ട് ബില്ലി ശരിക്കും നെട്ടുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം വെളിപ്പെടുന്നത്. ബില്ലിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന വയറിലൂടെ ഇതെല്ലാം ക്യൂനനും സംഘവും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്ര നിസ്സാരമായാണ് കോസ്റ്റലോ ആളുകളെ ഇല്ലാതാക്കുന്നതെന്ന കാഴ്ച കണ്ടതോടെ ബില്ലിയുടെ ധൈര്യം പോയി. നേരെ ബാത്റൂമിലേക്ക് ഓടി അവൻ ശരീരത്തിലെ വയർ മുഴുവൻ അഴിച്ചുമാറ്റി. ഇനി മുതൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കില്ലെന്നും ആവശ്യമെങ്കിൽ ഫോൺ വഴി മാത്രം ബന്ധപ്പെടാമെന്നും ക്യൂനനോട് പറയുന്നു. ഭയന്ന് നിൽക്കുന്ന അവനെ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം ക്യാപ്റ്റൻ ഓർമ്മിപ്പിച്ചു. കോസ്റ്റലോ മോഷ്ടിച്ച ആ മൈക്രോ പ്രൊസസർ ചിപ്പുകൾ ഉപയോഗിച്ച് വരും കാലങ്ങളിൽ അമേരിക്കയുടെ എനിമി കൺട്രീസിന് വളരെ അഡ്വാൻസ്ഡ് ആയ വെപ്പൺസ് വരെ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കോസ്റ്റലോയെ മൊത്തത്തിൽ പൂട്ടേണ്ടത് വളരെ ആവശ്യമേറിയ കാര്യമാണെന്ന് ക്യൂനൻ പറഞ്ഞു. ക്യാപ്റ്റൻ LRB ഒരു ദിവസം കോളിനോട് ഒരു പ്രധാന കാര്യം പറയുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഒരു ചാർജ് ഉണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ സംശയം. അതുകൊണ്ട് അവനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും കള്ളന് താക്കോൽ കൊടുത്തതെന്ന പോലെ അതിന്റെ ചുമതല കോളിനും കിട്ടി. മറുവശത്ത് ബില്ലി കോസ്റ്റലോയുടെ കൂടെ ഒരു ദിവസം റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. അവന്റെ അച്ഛനോ അങ്കിൾ ജാക്കിയോ അവനിപ്പോൾ തന്റെ കൂടെ ഈ മേശയിൽ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ കൊല്ലുമായിരുന്നു എന്നാണ് കോസ്റ്റലോ തമാശയായി പറയുന്നത്. ബില്ലിക്ക് വീണ്ടും പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചും കോസ്റ്റലോ ചോദിക്കുന്നു. കോളിനെ ചെറുപ്പം മുതൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തിയ കോസ്റ്റലോ ബില്ലിയുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി പെരുമാറിയതുപോലെയാണ് തോന്നിയത്. ഇതിനിടെ കോസ്റ്റലോയുടെ പ്രധാന ആളുകളിൽ ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. അയാൾ വക്കീലിനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ആരും എത്തിയിരുന്നില്ല. ആ അവസരം കോളിൻ മുതലെടുത്തുകൊണ്ട് താനാണ് വക്കീലെന്ന് നടിച്ച് നേരെ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് കയറി ചെന്നു. അകത്ത് കയറിയ ഉടൻ തന്നെ കോളിൻ മുന്നറിയിപ്പ് നൽകി. ഉടൻ ഒരു റെയ്ഡ് നടക്കാൻ പോകുന്നുണ്ടെന്നും കോസ്റ്റലോയെ അറിയിക്കണമെന്നും. പക്ഷെ അത് നേരിട്ട് പറയരുത്, പകരം അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് പോലെ ഒരു കോഡ് സന്ദേശം കൈമാറിയാൽ മതി. അയാൾ ഫോൺ എടുത്ത് ഫ്രഞ്ചിനെ വിളിച്ചിട്ട് വൈകിട്ട് അത്താഴം കഴിക്കാൻ വരാൻ പറ്റുകയില്ലെന്ന് അമ്മയോട് പറയുന്ന പോലെ പറഞ്ഞു. പിന്നാലെ തെളിവുകളൊന്നും ബാക്കി വെക്കാതെ ആ സ്ഥലം മുഴുവൻ തീ കൊളുത്തി ഫ്രഞ്ചും സംഘവും രക്ഷപ്പെട്ടു. ഇനി കോളിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മാഡിലുമായുള്ള ബന്ധം കൂടുതൽ അടുത്തു. ഏകദേശം ഈ സമയം തന്നെയാണ് ബില്ലി മാഡിലിനെ ആദ്യമായി കാണുന്നത്. ജയിലിൽ കഴിഞ്ഞവർക്കുള്ള നിർബന്ധിത കൗൺസിലിംഗിന്റെ ഭാഗമായാണ് അവൻ അവിടെ എത്തുന്നത്. സംഭാഷണത്തിനിടെ ബില്ലിയുടെ മാനസികാവസ്ഥ എത്ര മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ്. ദിവസവും ഒരു കൊലയാളിയുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഭയം അവനെ ഉള്ളിൽ നിന്ന് താർക്കുന്നുണ്ടായിരുന്നു. ഉറക്കമില്ലായ്മയും നിരന്തര സമ്മർദ്ദവും കാരണം അവൻ പൂർണ്ണമായും ഡിപ്രസ്ഡ് ആയിരുന്നു. ഉറങ്ങാൻ ശക്തമായ മരുന്ന് വേണമെന്ന് ബില്ലി ആവശ്യപ്പെട്ടപ്പോൾ ഇതുപോലത്തെ മരുന്ന് എളുപ്പത്തിൽ കിട്ടാൻ അവൻ അവളെ ഉപയോഗിക്കുകയാണെന്ന് മാഡ്ലിൻ കരുതി. അത് കേട്ട് ദേഷ്യപ്പെട്ട് ബില്ലി ഇറങ്ങിപ്പോയപ്പോൾ അധികം വൈകാതെ മാഡ്ലിൻ പിന്നാലെ എത്തി മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ കൈമാറുന്നു. അവർ പിരിയുന്നതിന് മുമ്പ് അവളെ ഒരു കോഫിക്ക് ബില്ലി ഇൻവൈറ്റ് ചെയ്തു. Thank you. I'm transferring you to another counselor. So you want to get a cup of coffee? ഇങ്ങനെ എല്ലാവരുടെയും കള്ളത്തരങ്ങളുമായി ഒരു വർഷം കടന്നുപോയി. ഒരു ദിവസം ക്യൂനനെയും ഡിഗ്നത്തെയും നേരിട്ട് കണ്ട ബില്ലി തന്റെ നിരാശ തുറന്നു പറയുന്നു. ഇത്രയും കാലം കോസ്റ്റലോ ഡസൻ കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്നത് താൻ കണ്ടിട്ടും പോലീസ് എന്തുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ബില്ലി ചോദിക്കുന്നത്. അതിന് ക്യൂനന്റെ മറുപടി നിയമത്തിനിടയിൽ ഒത്തിരി കണക്ഷൻസ് ഉള്ള കോസ്റ്റലോയെ പൂട്ടാൻ ഇനിയും കുറച്ച് തെളിവുകൾ ആവശ്യമുണ്ടെന്നാണ്. അതോടൊപ്പം മറ്റൊരു വിവരവും അദ്ദേഹം വെളിപ്പെടുത്തി. കോസ്റ്റലോയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഒരു ചാലഞ്ച് ഉണ്ട്. അത് കേട്ടതോടെ ബില്ലിയുടെ ആശങ്ക കൂടി. സ്വന്തം ഐഡന്റിറ്റി പുറത്തു വന്നാൽ ജീവനോടെ തിരികെ വരാനാകില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വലിയൊരു ഓപ്പറേഷനുള്ള അവസാന ഒരുക്കങ്ങൾ നടക്കുന്നതാണ്. കോസ്റ്റലോ ആ മൈക്രോ പ്രൊസസറുകൾ ഒരു ചൈനീസ് ഗ്യാങ്ങിന് വിൽക്കാൻ പോകുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ കോളിനും എത്തി. പക്ഷെ അവന്റെ ടീമിലുള്ള ആർക്കും റെയ്ഡിനെ കുറിച്ച് നേരത്തെ വിവരമുണ്ടായിരുന്നില്ല. അവസാന നിമിഷത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. അവസരം കിട്ടിയ ഉടൻ കോളിൻ നേരത്തെ ഉപയോഗിച്ച അതേ രഹസ്യ സന്ദേശം വഴി വിവരം കോസ്റ്റലോയ്ക്ക് കൈമാറി. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മറ്റൊരു വിവരവും കോളിന് ലഭിച്ചു. എല്ലാ മൊബൈൽ കോളുകളും FBI നിരീക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു അത്. അത് കേട്ട് കോളിൻ അവന്റെ ഫോൺ പുറത്തെടുക്കാതെ തന്നെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കോസ്റ്റലോയെ അറിയിച്ചു. എല്ലാവരും ഉടൻ ഫോൺ ഓഫ് ചെയ്യണമെന്നായിരുന്നു സന്ദേശം. ഇതിനിടെ ബില്ലിയും ഒളിച്ചു നിന്ന് പോലീസിന് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. പണം എത്തിയെന്ന് സൂചിപ്പിക്കാൻ ഒരു ഡോളർ ചിഹ്നം മാത്രം അവൻ ക്യൂനനെ മെസ്സേജ് വഴി അറിയിച്ചു. അപ്പോഴാണ് കോളിന് മനസ്സിലായത് പോലീസിന്റെ ചാരൻ കോസ്റ്റലോയോട് വളരെ അടുത്ത ഒരാൾ തന്നെയാണെന്ന്. ഇടപാട് നടന്നു കഴിഞ്ഞപ്പോൾ കോസ്റ്റലോ പോലീസിന്റെ പ്ലാൻ എല്ലാം തെറ്റിച്ചു. എല്ലാവരും മുന്നിലെ വാതിലിലൂടെ ആയിരിക്കും പുറത്തു വരികയെന്നാണ് പോലീസ് കരുതിയത്. പക്ഷെ കോസ്റ്റലോയുടെ സംഘവും ചൈനക്കാരും ഗോഡൌണിന്റെ പുറകുവശത്തുള്ള ജലമാർഗം ഉപയോഗിച്ച് ബോട്ടുകളിലാണ് മടങ്ങുന്നത്. കോസ്റ്റലോയെ പിടികൂടാനുള്ള ഏറ്റവും വലിയൊരു അവസരം അങ്ങനെ പോലീസിന് നഷ്ടമായി. മാഡലിൻ തന്റെ സാധനങ്ങളുമായി കോളിന്റെ ഫ്ളാറ്റിലേക്ക് താമസം മാറുന്നു. അവളുടെ പഴയ ചെറുപ്പകാല ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആ ഫോട്ടോ പുറത്തു വെക്കാതെ അകത്തെവിടെയെങ്കിലും മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് ഫോണിലേക്ക് കോസ്റ്റലോയുടെ വിളിയെത്തുന്നത്. മാഡലിനുമായുള്ള ബന്ധത്തിൽ മുഴുകി അവന്റെ ശ്രദ്ധ തെറ്റിക്കരുതെന്നും കോസ്റ്റലോയുടെ സംഘത്തിലുള്ള ചാരനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും പറഞ്ഞു. അല്ലാത്ത പക്ഷം അതിന്റെ പ്രത്യാഘാതം മാഡലിൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പും കൊടുത്തു. കോളിൻ സംസാരിക്കുന്നത് ഏതോ ഗുണ്ടയോ മറ്റോ ആയിട്ടാണെന്ന് മാഡലിന് സംശയം തോന്നിച്ചുവെങ്കിലും അവനത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് ഊരിപ്പോരുന്നു. ഇതിനിടെ ബില്ലി കോസ്റ്റലോയ്ക്ക് വേണ്ടി ഒരാളെ ആക്രമിക്കാൻ പോകുന്നു. അതിനിടെ അയാൾ പറഞ്ഞ ഒരു കാര്യം ബില്ലിയെ ശരിക്കും നെട്ടിച്ചു. കോസ്റ്റലോ യഥാർത്ഥത്തിൽ FBI രഹസ്യ ഇൻഫോർമന്റ് ആണ്. അതുകൊണ്ടാണ് പോലീസ് എത്ര ശ്രമിച്ചിട്ടും കോസ്റ്റലോയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്തത്. അവൻ തനിക്കുള്ള ആവശ്യം തീരുമ്പോൾ കൂടെയുള്ള ഗുണ്ടാ സംഘങ്ങളെ FBI ഒറ്റിക്കൊടുക്കുകയാണ്.
അതിന് പകരമായി അവർ അവന് നിയമത്തിൽ നിന്ന് സംരക്ഷണയും നൽകുന്നു. അന്ന് രാത്രി ബില്ലി രഹസ്യമായ ക്യൂനനെ കണ്ടുമുട്ടി ഈ വിവരം അറിയിക്കുന്നു. ഈ കാര്യം അദ്ദേഹവും ആദ്യമായാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, കോസ്റ്റലോ ഇൻഫോമർ ആയാലും അല്ലെങ്കിലും ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാകൂ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബില്ലിയെ ഫ്രഞ്ച് ഒരു ഗോഡൌണിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും അവരുടെ മുഴുവൻ ഇൻഫർമേഷനും എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു. അത് കോളിന്റെ പരിപാടിയായിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ ബാങ്ക് അക്കൗണ്ടോ വഴി ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഡേറ്റാബേസിൽ ഇവരിൽ ഒരാൾ മാച്ച് ആകുമോ എന്നറിയാൻ ബില്ലിയും തന്റെ വിവരങ്ങൾ എഴുതി കൊടുക്കുന്നു. അവന്റെ എല്ലാ ഇൻഫർമേഷനും ക്യൂനനും ഡിഗ്നത്തിനും മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് ബില്ലി സേഫ് ആയിരുന്നു. എല്ലാവരുടെയും ഫോമുകൾ ഇടുന്ന എൻവലപ്പിൽ കൂടെ ഉണ്ടായിരുന്നവൻ സിറ്റിസൺസ് എന്ന് തെറ്റായാണ് എഴുതിയത്. ബില്ലി അത് കണ്ടു തിരുത്തിയ ശേഷം അവിടെ കൂടുതൽ നേരം നിൽക്കാതെ അവിടെ നിന്ന് പോയി. അവൻ പോയത് നേരെ മാഡലിനെ കാണാനായിരുന്നു. അവൾ ഇപ്പോഴും അവളുടെ പഴയ വീട്ടിൽ നിന്ന് കോളിന്റെ അടുത്തേക്ക് പൂർണ്ണമായും മാറിയിട്ടില്ല. ബില്ലി അവളോട് ഉള്ളിൽ അനുഭവിക്കുന്ന സമ്മർദ്ദവും ഒറ്റപ്പെടലും എല്ലാം തുറന്നു പറയാൻ തുടങ്ങുന്നു. മാഡലിന്റെ ആ ചെറുപ്പകാല ഫോട്ടോ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുമരിൽ തൂക്കിയിടുകയും ചെയ്തു. അവരുടെ ആ സംഭാഷണം പതിയെ ഇരുവരെയും കൂടുതൽ അടുപ്പിക്കുകയും ഒടുവിൽ അവർ തമ്മിൽ ഒരു ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പിന്നീട് ബില്ലി കോസ്റ്റലോയെ രഹസ്യമായി പിന്തുടരുകയാണ്. അവസാനം കോസ്റ്റലോ ഒരു തിയേറ്ററിലെത്തി കോളിനെ കണ്ട് ആ കവർ കൈമാറുകയും ചെയ്യുന്നു. ഇതെല്ലാം ബില്ലി കുറച്ച് പുറയിലുള്ള ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് നിരീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ കോളിന്റെ തലയിൽ ഒരു തൊപ്പി ഉള്ളതുകൊണ്ട് ആ ഇരുട്ടിൽ അവന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. കോളിൻ പുറത്തേക്ക് ഇറങ്ങിയതും ബില്ലി പിന്നാലെ പോകുന്നു. അവനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബില്ലിയുടെ ഫോൺ റിങ് ചെയ്തത്. പന്തികേട് മണത്ത കോളിൻ പെട്ടെന്ന് തന്നെ ഓടി ഒളിച്ചു. കയ്യിലൊരു കത്തിയുമായി ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ എന്ന് കാത്തിരുന്ന അവൻ മൂലയിലൂടെ വന്ന ആദ്യത്തെ ആളെ ഒട്ടും ആലോചിക്കാതെ കുത്തി. പക്ഷെ അതൊരു സാധാരണക്കാരൻ മാത്രമായിരുന്നു. സ്റ്റേഷനിലെത്തിയ ശേഷം ആ തെരുവിലെ ഒരു CCTVക്കകത്ത് പിന്തുടർന്ന ആളെ തിരിച്ചറിയാനായിരുന്നു അവന്റെ ശ്രമം. പക്ഷെ അതിൽ നിന്നും മുഖം വ്യക്തമായില്ല. പിന്നെ നമ്മൾ കാണുന്നത് കോസ്റ്റലോ ബില്ലിയോട് ഒരു മുഖവരെയും ഇല്ലാതെ തന്റെ സംഘത്തിലെ ചാരൻ അവനാണോ എന്ന് ചോദിക്കുന്നു. ഇതിനുള്ള കാരണം എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ച ആ ദിവസം അവസാനം വരെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടും ബില്ലി മാത്രമായിരുന്നു പുറത്തുപോയത്. അതുപോലെ സംഘത്തിലെ ആകെയുള്ള പുതിയ ആളും അവൻ മാത്രമാണ്. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ബില്ലി ഒട്ടും പതറാതെ തിരിച്ചടിച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടാണ് കോസ്റ്റലോ ബില്ലിയെ സംശയിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ചാഞ്ഞെന്ന് വിളിച്ചാൽ കോസ്റ്റലോയുടെ തല താൻ തന്നെ വെടിവെച്ച് തകർക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. സംശയിക്കേണ്ടത് കോസ്റ്റലോയെ ഇല്ലാതാക്കുവാണെങ്കിൽ പകരം ആ ഏരിയ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരെയാണെന്നും കോസ്റ്റലോയ്ക്കിപ്പം പ്രായം 70 കഴിഞ്ഞതുകൊണ്ട് അയാൾ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും കരുതുന്ന ഒത്തിരി പേരുണ്ടെന്നും ബില്ലി പറഞ്ഞു. കോസ്റ്റലോ തിരിച്ച് അവനും അങ്ങനെയാണോ കരുതുന്നതെന്ന് ചോദിച്ചു. ബില്ലി കൊടുത്ത മറുപടി അതേന്നും ചിലപ്പോൾ പുള്ളിയേക്കാൾ ബെറ്ററായി ഇതെല്ലാം ചെയ്യുക എന്നത് അത്ര വലിയ കഷ്ടപ്പാടൊന്നുമുള്ള പണിയാകില്ലെന്നും. എന്നാൽ അവൻ കൂട്ടിച്ചേർത്തു, ഈ ക്രൈം ബോസ് എന്ന പദവിയുടെ കൂടെയുള്ള ടെൻഷനും തലവേദനയും അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് കോസ്റ്റലോ തന്നെയാണ് അതിന് പറ്റിയതെന്നും. ബില്ലിയുടെ ആ ധൈര്യം കണ്ടതോടെ തൽക്കാലത്തേക്ക് കോസ്റ്റലോ അവനെ വിട്ടു. You want to be me? I probably could be you, yeah. But I don't want to be you, Frank. Heavy lies the crown. Yeah. Eat some, for Christ's sake. പക്ഷെ അടുത്ത ദിവസം കോസ്റ്റലോ അന്നത്തെ ജോലിക്ക് ബില്ലിയെ കൂട്ടുന്നില്ലെന്നും പകരം പുതിയ ആളുകളെയാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു. അത് കേട്ടതോടെ ബില്ലിക്ക് സംശയം തോന്നി. അവൻ ക്യൂനനെ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും പക്ഷെ ആ വിവരം സ്റ്റേഷനിൽ മറ്റാരോടും പറയരുതെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. ഇതൊരു പരീക്ഷണമാകാമെന്നും കോസ്റ്റലോ മനഃപൂർവ്വം ബില്ലിക്ക് തെറ്റായ വിവരം നൽകിയതാണെന്ന് ബില്ലി കരുതി. അവന് കൊടുത്ത വിവരം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നുണ്ടോ എന്ന് കോസ്റ്റലോയ്ക്ക് അയാളുടെ ചാനൽ വഴി അറിയാൻ പറ്റും. ബില്ലിയുടെ ഡൗട്ട് ശരിയായിരുന്നു. കോസ്റ്റലോ കോളിനെ വിളിച്ച് പുതിയ ആൾക്കാരെയാണ് ഉപയോഗിക്കുന്നതെന്ന വിവരം ഡിപ്പാർട്ട്മെന്റിൽ എത്തിയോ എന്ന് അന്വേഷിച്ചു. വിവരം ലഭിച്ചിട്ടില്ലെന്ന് കോളിൻ ഉറപ്പുവരുത്തിയോടെ ബില്ലിയുടെ മേലിലുള്ള കോസ്റ്റലോയുടെ സംശയം മുഴുവൻ മാറി. ഒരു ദിവസം കോളിൻ ഡിപ്പാർട്ട്മെന്റിനുള്ളിലെ ചാരനെ കണ്ടെത്താൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്യൂനൻ പറയുന്നത് ആ ചാരൻ എപ്പോഴെങ്കിലും കോസ്റ്റലോയെ നേരിൽ കാണേണ്ടി വരും. അതുകൊണ്ട് കോസ്റ്റലോയെ പിന്തുടർന്നാൽ ഒരു ദിവസം അവനെ കണ്ടെത്താൻ കഴിയും. പക്ഷേ കോളിൻ ആ ഉപദേശം തന്റെ ശരിക്കുള്ള അന്വേഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. ക്യൂനൻ ചാരനാണെന്നും സംശയിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ മേൽ രഹസ്യ നിരീക്ഷണം ഏർപ്പെടുത്തി. ക്യൂനൻ ആ അണ്ടർ കവർ ഓഫീസറെ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന ഉറപ്പിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് കോളിൻ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്യൂനൻ ബില്ലിയെ കാണാൻ പുറപ്പെടുന്നു. അദ്ദേഹത്തെ പിന്തുടർന്ന പോലീസുകാർ അയാൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിലേക്ക് പോവുകയാണെന്നും 344 വാഷിംഗ്ടൺ സ്ട്രീറ്റ് എന്ന അഡ്രസ്സിലാണെന്നും കോളിനെ അറിയിച്ചു. ഒട്ടും സമയം കളയാതെ കോളിൻ കോസ്റ്റലോയെ വിളിച്ച് ആ വിവരം കൈമാറി. കെട്ടിടത്തിന്റെ മുകളിൽ ക്യൂനനും ബില്ലിയും കണ്ടുമുട്ടുന്നു. അപ്പോഴാണ് ബില്ലിയുടെ ഫോണിലേക്ക് ഗാങ് മെമ്പറായ ഡെലഹണ്ടിന്റെ വിളി എത്തുന്നത്. സംഘത്തിനുള്ളിലെ ചാരനെ കൊല്ലാൻ അവർ പോവുകയാണെന്നും 314 വാഷിംഗ്ടൺ സ്ട്രീറ്റിൽ വന്ന് അവരോടൊപ്പം കൂടാനും അറിയിച്ചു. ഉടൻ തന്നെ ബില്ലിയും ക്യൂനനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും കോസ്റ്റലോയുടെ ആളുകൾ കെട്ടിടത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ബില്ലിയോട് ഫയർ എസ്കേപ്പ് വഴി രക്ഷപ്പെടാൻ പറഞ്ഞ ക്യൂനൻ അവരെ തടഞ്ഞു നിർത്താൻ അവിടെ തന്നെ നിന്നു. One of you mugs got a light?
രക്ഷപ്പെട്ട് ബില്ലി അവിടെ നിന്ന് നടന്നു മാറുമ്പോഴാണ് ക്യൂനൻ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അവനവിടെ പകച്ചു നോക്കി നിൽക്കുമ്പോൾ ആ പിന്തുടർന്ന പോലീസുകാർ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവരോട് ഏറ്റുമുട്ടരുതെന്ന് കോളിൻ ഉത്തരവിട്ടെങ്കിലും ആ പോലീസ് അത് അനുസരിച്ചില്ല. തുടർന്നുണ്ടായ വെടിവെപ്പിൽ ഡെലഹണ്ടിന് ഗുരുതരമായി വെടിയേൽക്കുന്നു. ക്യൂനന്റെ മരണത്തിന് ശേഷം ഡിഗ്നത്തിന് അറിയേണ്ടത് സത്യസന്ധനായ ക്യൂനിനെ എന്തിനാണ് നിരീക്ഷിച്ചതെന്നാണ്. ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് കോളിൻ ഒഴിഞ്ഞുമാറി. പക്ഷെ ആ എക്സ്ക്യൂസ് ഡിഗ്നത്തെ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല. ക്യാപ്റ്റന്റെ മരണത്തിന് കാരണക്കാരൻ കോളിൻ ആണെന്നും പറഞ്ഞ് അവനെ അടിച്ചുകൂട്ടാൻ തുടങ്ങി. ഒടുവിൽ LRB ഇടപെട്ട് ഡിഗ്നത്തോട് കുറച്ചു ദിവസത്തേക്ക് അവധിയെടുക്കാൻ ആവശ്യപ്പെട്ടു. കോളിൻ അപ്പോൾ ഡിഗ്നത്തിന്റെ കൈവശമുള്ള അണ്ടർ കവർ പോലീസുകാരുടെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഡിഗ്നം ജോലി തന്നെ രാജിവെച്ച് ഇറങ്ങിപ്പോയി. അതോടെ ആ ഇൻഫോർമേഷനുള്ള പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയല് കോളിൻ ഇനി ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലെ IT വിഭാഗം വഴി കുറേ ദിവസം കാത്തിരിക്കേണ്ടി വരും. മറുവശത്ത് കോസ്റ്റലോയുടെ താവളത്തിൽ മരണം കാത്തുകിടന്ന ഡെലഹണ്ട് ബില്ലിയെ അടുത്തേക്ക് വിളിച്ചു. വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന അവൻ ഒരു കാര്യം മാത്രം പറഞ്ഞു: ബില്ലിയാണ് ചാഞ്ഞെന്ന്. കാരണം അവൻ ബില്ലിക്ക് നൽകിയ അഡ്രസ്സ് തെറ്റായ അഡ്രസ്സായ 314 വാഷിംഗ്ടൺ സ്ട്രീറ്റ് ആയിരുന്നു. പക്ഷേ ബില്ലി എത്തിയത് ശരിയായ അഡ്രസ്സായ 344 വാഷിംഗ്ടൺ സ്ട്രീറ്റിൽ തന്നെ. അതിന്റെ അർത്ഥം ബില്ലി അവിടെ ക്യൂനിനെ കാണാൻ വേണ്ടി ഓൾറെഡി ഉണ്ടായിരുന്നുവെന്നാണ്. അവൻ അവസാനമായി ബില്ലിയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അവനത് മറ്റാരോടും പറയാതിരുന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡെലഹണ്ട് മരിക്കുന്നു. സ്റ്റേഷനിൽ കോളിൻ ക്യൂനന്റെ ഫോൺ പരിശോധിക്കുകയാണ്. അതിലെ അവസാനമായി ബന്ധപ്പെട്ട ആ നമ്പറിലേക്ക് അവൻ വിളിച്ചു നോക്കുന്നു. സംശയത്തോടെ കോൾ എടുത്ത ബില്ലിയോട് അവൻ സ്വയം പരിചയപ്പെടുത്തുകയും ക്യൂനന് പകരമായി ഇനി അന്വേഷണം കൈകാര്യം ചെയ്യുന്നത് അവനാണെന്നും അറിയിച്ചു. ഡിഗ്നോവുമായി സംസാരിക്കണമെന്ന് ബില്ലി ആവശ്യപ്പെട്ടപ്പോൾ രാജിവെച്ചുപോയ കാര്യം അറിയിച്ചു. തുടർന്ന് ബില്ലിയെ നേരിൽ കാണണമെന്ന് കോളിൻ ആവശ്യപ്പെട്ടപ്പോൾ ബില്ലി ഒന്നും പറയാതെ ഫോൺ വെച്ചുപോയി. നിരാശയോടെ കോളിൽ നിൽക്കുമ്പോഴാണ് ക്യൂനന്റെ ഒരു നോട്ട്ബുക്ക് അവൻ ശ്രദ്ധിച്ചത്. അതിൽ എഴുതി വെച്ചിരുന്ന കുറിപ്പ് അവനെ ശരിക്കും ഞെട്ടിച്ചു. കോസ്റ്റല്ലോ FBI-യുടെ ഇൻഫോർമന്റ് ആണ്. അടുത്ത ദിവസം ടെലിവിഷനിൽ ഡെലഹണ്ടിന്റെ മരണവാർത്തയാണ്. മരിച്ച അവന്റെ ശരീരം ഒരു ചതുപ്പിൽ കൊണ്ടേ അവർ തള്ളിയിരുന്നെങ്കിലും അതവിടെ നടന്നുപോയ ആരുടെയോ കണ്ണിൽപ്പെട്ടു. വാർത്തയിൽ പറഞ്ഞത് ഡെലഹണ്ട് യഥാർത്ഥത്തിൽ ഒരു അണ്ടർ കവർ പോലീസുകാരനായിരുന്നു എന്നാണ്. പക്ഷെ കോസ്റ്റല്ലോ അത് വിശ്വസിച്ചില്ല. തന്റെ സംഘത്തിനുള്ളിൽ ഇനി ചാരഞ്ഞില്ലെന്ന് വിശ്വസിപ്പിക്കാൻ പോലീസ് മനഃപൂർവ്വം ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയെന്നാണ് കോസ്റ്റല്ലോ കരുതുന്നത്. ഈ സിനിമയിലും ഡെലഹണ്ട് യഥാർത്ഥത്തിൽ പോലീസുകാരനായിരുന്നു എന്നത് നമ്മോട് വ്യക്തമാക്കുന്നില്ല. അന്ന് രാത്രി കോസ്റ്റലോയുടെ സംഘം മറ്റൊരു വലിയ ഇടപാടിനായി പുറപ്പെടുന്നു. വഴിമതിയെ കോളിൻ പോലീസ് വാഹനങ്ങൾ പിന്നാലെ ഉണ്ടെന്നറിയിച്ചു. എങ്ങനെയെങ്കിലും ആ നിരീക്ഷണം ഒഴിവാക്കാൻ കോസ്റ്റലോ ദേഷ്യത്തോടെ ആവശ്യപ്പെട്ടു. ഫോൺ വെച്ച ഉടൻ കോളിൻ നേരെ പോലീസ് നിരീക്ഷണ മുറിയിൽ ചെന്നു. കോസ്റ്റലോയെ പിന്തുടരുന്ന വാഹനങ്ങൾ പിൻവലിക്കാൻ നിർദ്ദേശിക്കുകയും എന്നാൽ അതോടൊപ്പം ക്യൂനന്റെ അണ്ടർ കവർ ഓഫീസർ ഇപ്പോൾ നേരിട്ട് തനിക്കാണ് വിവരങ്ങൾ നൽകുന്നതെന്നും കോസ്റ്റലോ എവിടേക്കാണ് പോകുന്നതിന്റെ കൃത്യമായ വിവരവും കോളിൻ അറിയിച്ചു. അവൻ ഇങ്ങനെ ചെയ്തതിന്റെ കാരണം കോസ്റ്റല്ലോ താനൊരു രഹസ്യ ഇൻഫോമർ ആണെന്ന കാര്യം ഇത്രയും നാൾ കോളിനോട് മറച്ചുവെക്കുകയും അതോടൊപ്പം ഒരു ദിവസം അവനെയും ഒറ്റിക്കൊടുക്കുമോ എന്ന ഭയം ഇപ്പോൾ കോളിനുണ്ടായിരുന്നു. ഇതിനിടെ ബില്ലിയും തുടർച്ചയായി വിവരങ്ങൾ കോളിന് കൈമാറുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരെ ഇടപാട് നടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. അവർ അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ബില്ലി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അടുത്തതായി ഉണ്ടായ ശക്തമായ വെടിവെപ്പിൽ കോസ്റ്റലോയും ഫ്രഞ്ചും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വെടിവെപ്പിൽ ഫ്രഞ്ചിന് മാരകമായി പരിക്കേറ്റു. ഇടിച്ചു കത്താൻ തുടങ്ങിയ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലെന്ന് മനസ്സിലായതോടെ ഫ്രഞ്ച് കാര്യങ്ങൾ സ്വയം അവസാനിപ്പിച്ചു. പരിക്കേറ്റ കോസ്റ്റലോ കാറിൽ നിന്ന് ചാടി ഒരു വിധത്തിൽ ഒളിക്കുന്നു. ഒടുവിൽ അയാളെ ആദ്യം കണ്ടുപിടിച്ചത് കോളിൻ തന്നെയായിരുന്നു. അവൻ തന്നെ ഒറ്റിയെന്ന് കോസ്റ്റലോയ്ക്ക് മനസ്സിലായി. ഒരു FBI ഇൻഫോമർ ആണെന്ന സത്യം എന്തുകൊണ്ട് അവനെ അറിയിച്ചില്ല എന്ന് കോളിൻ ചോദിച്ചു. താൻ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ അല്ല ഒറ്റിക്കൊടുത്തതെന്നും പകരം പിടിയിലാകുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമാണ് കൈമാറിയിരുന്നതെന്നും കോസ്റ്റലോ പറഞ്ഞു. ശേഷം കോളിനെ സ്വന്തം മകനെ പോലെയാണ് കണ്ടിരുന്നതെന്നും പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ് ക്ഷീണിതനായ കോസ്റ്റലോ അടുത്ത നിമിഷം തോക്കെടുത്ത് വെടിവെച്ചെങ്കിലും ഉന്നം ശരിയായില്ല. കോളിൻ അതിലും വേഗത്തിൽ തിരിച്ചു വെടിവെച്ചതോടെ ഫ്രാങ്ക് കോസ്റ്റലോയുടെ കഥ അവിടെ അവസാനിച്ചു. തിരിച്ച് സ്റ്റേഷനിലെത്തിയ കോളിനെ എല്ലാവരും ഒരു ഹീറോ ആയിട്ടാണ് സ്വീകരിക്കുന്നത്. എല്ലാം പൂർത്തിയായതോടെ ബില്ലി അവനെ കാത്ത് ഓഫീസിലുമുണ്ട്. തന്റെ അണ്ടർ കവർ ദൗത്യം അവസാനിപ്പിച്ച് പഴയ ജീവിതം തിരിച്ചു കിട്ടണമെന്ന് ബില്ലി പറയുന്നു. എല്ലാം ശരിയാക്കാമെന്ന് കോളിൻ ഉറപ്പ് നൽകി. ബില്ലിക്ക് മറ്റൊരു കാര്യവും അറിയേണ്ടതുണ്ടായിരുന്നു. കോസ്റ്റലോയ്ക്ക് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ചാരനെ കണ്ടെത്തിയുവെന്ന്. ആ ചാരനെ ഉടൻ കണ്ടുപിടിക്കുമെന്ന് കോളിൻ ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം ബില്ലിയുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യാനും അവന്റെ ശമ്പളം എല്ലാം റെഡിയാക്കാൻ വേണ്ടി തന്റെ സീക്രട്ട് ഫയലിന്റെ പാസ്വേഡ് ബില്ലി കോളിന് കൈമാറുന്നു. അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് ബില്ലിയുടെ കണ്ണിൽ ഒരു പരിചിതമായ കവർ പതിക്കുന്നത്. കോസ്റ്റലോ തിയേറ്ററിൽ വെച്ച് കൈമാറിയ അതേ എൻവലപ്പായിരുന്നു അത്. ആ നിമിഷം തന്നെ ബില്ലിക്ക് മനസ്സിലായി പോലീസിലെ ചാരൻ മറ്റാരുമല്ല കോളിൻ തന്നെയാണെന്ന്. പിന്നെ അവിടെ നിൽക്കാതെ അവൻ ഉടൻ സ്ഥലം വിട്ടു. തിരികെ ഓഫീസിലെത്തിയ കോളിനും ബില്ലി എല്ലാം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവൻ ഉടൻ തന്നെ ബില്ലിയുടെ ഇൻഫോർമേഷൻ മുഴുവൻ ഡിലീറ്റ് ചെയ്തു. ഇനി ലോകത്തിന് മുന്നിൽ ബില്ലി ഒരു പോലീസ് ഓഫീസറിന് പകരം കോസ്റ്റലോയുടെ സംഘത്തിലെ വെറും ഒരു അംഗം മാത്രമായി. അടുത്ത ദിവസം ബില്ലി മാഡിലിനെ പോയി കാണുന്നു.
അവളുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിച്ച ശേഷം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തുറന്നു നോക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. അടുത്ത ദിവസം കോളിനെ ഒരു അൾട്രാസൗണ്ട് കാണിച്ചിട്ട് താൻ ഗർഭിണിയാണെന്ന് മാഡ്ലിൻ അറിയിക്കുന്നു. അവൾ അടുക്കളയിലേക്ക് പോയ സമയത്ത് മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു കവർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയച്ചിരിക്കുന്നത് കോസ്റ്റിഗൻ എന്ന പേരിലായതുകൊണ്ട് അത് ബില്ലിയാണോ എന്ന് സംശയം തോന്നി അവൾ അത് തുറന്നു നോക്കുന്നു. അതിലുണ്ടായിരുന്നത് ഒരു CD ആയിരുന്നു. പ്ലേ ചെയ്ത് നോക്കിയപ്പം അതിൽ കോസ്റ്റലോയും കോളിനും തമ്മിലുള്ള സംഭാഷണങ്ങളുടെ രഹസ്യ റെക്കോർഡിംഗ് ആയിരുന്നു. കോസ്റ്റലോ എല്ലാവരെയും സംശയിച്ചിരുന്ന ആളായതുകൊണ്ട് എല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കോളിൻ നയിച്ച ഇരട്ട ജീവിതത്തിന്റെ സത്യം മാഡ്ലിൻ മനസ്സിലാക്കുന്നു. അവൻ അവളോട് ഇതെല്ലാം വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ ബില്ലി വിളിക്കുന്നു. കോസ്റ്റലോയുടെ അഭിഭാഷകൻ പുള്ളിയുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ രഹസ്യരേഖകളും തനിക്ക് കൈമാറിയതായി ബില്ലി അറിയിച്ചു. ഒടുവിൽ കോസ്റ്റലോ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് കോളിനെ അല്ല പകരം ബില്ലിയെ ആയിരുന്നുവെന്ന് അവിടെ വ്യക്തമാവുന്നു. അവൻ കോളിനെ ക്യാപ്റ്റൻ ക്യൂനൻ കൊല്ലപ്പെട്ട അതേ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. കോളിൻ എത്തിയ ഉടൻ തന്നെ ബില്ലി തോക്ക് ചൂണ്ടി അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. കോളിൻ അപ്പോൾ അറിയിച്ചു ബില്ലി പോലീസാണെന്നുള്ള എല്ലാ പ്രൂഫും അവൻ മായ്ച്ചു കളഞ്ഞെന്നും ഇനി അവനൊരു പോലീസ് ഓഫീസർ ആണെന്ന് തെളിയിക്കാൻ ഒരു തെളിവുമില്ലെന്നും. അപ്പോഴാണ് മറ്റൊരു പോലീസ് ഓഫീസർ അവിടേക്ക് എത്തുന്നത്. പരിശീലനകാലം മുതൽ ബില്ലിക്ക് പരിചയമുള്ള ഓഫീസർ ബ്രൗൺ ആയിരുന്നു അത്. താൻ പോലീസ് ആണെന്ന് തെളിയിക്കാൻ ഡിഗ്നത്തെയും കൂട്ടി അവിടെ എത്താൻ ബില്ലി അവനോട് പറഞ്ഞിരുന്നെങ്കിലും ആദ്യം എത്തിയിരുന്നത് അവൻ മാത്രമായിപ്പോയി. കോളിൻ ചാർജാണെന്ന കാര്യം ബ്രൗണിനോട് വിവരിക്കാൻ നോക്കിയെങ്കിലും മേലുദ്യോഗസ്ഥനായ കോളിനെ തോക്കിന് മുന്നിൽ കൊണ്ടുപോകാൻ അയാൾക്ക് സമ്മതിക്കാനായില്ല. ഒടുവിൽ ബില്ലി കോളിനെയും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിൽ താഴെ ഇറങ്ങാൻ തുടങ്ങി. ലിഫ്റ്റിനുള്ളിൽ വെച്ച് കോളിന് മനസ്സിലായി ഡിഗ്നം വന്നാൽ അവന്റെ എല്ലാ കള്ളത്തരവും വെളിച്ചത്തിലാവുമെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തീർക്കാൻ കോളിൻ ബില്ലിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന അടുത്ത നിമിഷം തന്നെ എല്ലാം മാറി മറിഞ്ഞു. മറ്റൊരു ഓഫീസറായ ബാരിഗൺ ബില്ലിയെ വെടിവെച്ച് വീഴ്ത്തി. പടിയിറങ്ങി വന്ന മറ്റേ ഓഫീസറെയും ബാരിഗൺ ഇല്ലാതാക്കി. കോസ്റ്റലോയ്ക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് 2 ചാരന്മാരായിരുന്നുവെന്ന് അപ്പോൾ വ്യക്തമായി. അങ്ങനെ ജീവനോടെ അവശേഷിച്ചത് കോളിൻ മാത്രം. സംഭവത്തിന് ശേഷം ഡിപ്പാർട്ട്മെന്റിലെ ചാരൻ ബാരിഗനാണെന്ന് കോളിൻ വെളിപ്പെടുത്തി. അതോടെ ചാരനെ തപ്പിയുള്ള അന്വേഷണം ക്ലോസ് ആകുന്നതുകൊണ്ട് കോളിൻ രക്ഷപ്പെട്ടു. ഇതിന്റെ കൂടെ ബില്ലിയും ഓഫീസർ ബ്രൗണും ആ ചാരനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടതെന്നും ഒടുവിൽ ആത്മരക്ഷാർത്ഥമാണ് താൻ ബാരിഗേനെ വെടിവെച്ചതെന്നും കോളിൻ മൊഴി നൽകുന്നു. അതോടൊപ്പം ബില്ലി യഥാർത്ഥത്തിൽ ഒരു അണ്ടർ കവർ പോലീസ് ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സേവനത്തിന് മരണാനന്തര ബഹുമതി നൽകണമെന്നും കോളിൻ ആവശ്യപ്പെട്ടു. ആ സാഹചര്യത്തിൽ ബില്ലിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്തുവിടുന്നതാണ് അന്വേഷണത്തിന് നല്ലതെന്ന് അവൻ അറിയായിരുന്നു. ബില്ലിയുടെ സംസ്കാര ചടങ്ങിൽ മാഡലിനും പങ്കെടുത്തു. ചടങ്ങ് കഴിഞ്ഞ് അവൾ പോകുമ്പോൾ കോളിൻ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു മറുപടിയും നൽകിയില്ല. ആ കുഞ്ഞിന്റെ യഥാർത്ഥ പിതാവ് കോളിനാണോ അതോ ബില്ലിയാണോ എന്ന് സിനിമയും വ്യക്തമാക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ദിവസം കോളിൻ അവന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തുന്നതാണ്. അവിടെ കാത്തു നിന്നിരുന്ന ഡിഗ്നം ഒരൊറ്റ വെടിയിലൂടെ കോളിനെ അവസാനിപ്പിക്കുന്നു. കോളിൻ ചാഴഞ്ഞാണെന്ന കാര്യം ഡിഗ്നത്തിന് മനസ്സിലായത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നില്ല. ചിലപ്പോൾ ബില്ലി മാഡലിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ കവറിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവണം അവൻ എന്തേലും സംഭവിച്ചാൽ അതിലെ ഇൻഫോർമേഷൻ ഡിഗ്നത്തിന് കൈമാറണമെന്ന്. അങ്ങനെ ഈ കഥയിലെ മിക്ക പ്രധാന കഥാപാത്രങ്ങളും ചതിക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. പിന്നെ ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. കഥയുടെ തുടക്കം മുതൽ ഡയറക്ടർ മാർട്ടിൻ സ്കോർസേസെ ആരൊക്കെ മരിക്കുമെന്ന് ഒരു ഹിന്റ് തരുന്നുണ്ടായിരുന്നു. മരിച്ച എല്ലാ മുഖ്യ കഥാപാത്രങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ മിക്കപ്പോഴും ഒരു X സിംബൽ കാണാൻ സാധിക്കുമായിരുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു കഥയുമായി ഞാൻ വരുന്നതുവരെ Hasta la vista, baby.